ജീവിതത്തിലുടനീളം യാദൃശ്ചിക സംഭവങ്ങളാണ് നടക്കുന്നത്. ചിലപ്പോൾ അവ ദുരനുഭവങ്ങളാവാം. ദിവസേന രാവിലെ നടക്കാൻ പോകുന്ന എനിക്ക് ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഒരു കാർഡിയോളജിസ്റ്റുമായി ചർച്ച നടത്തിയപ്പോൾ ഒന്നിലേറെ ബ്ലോക്കുകൾ ഉള്ളതിനാൽ ഒരു ബൈപ്പാസ് സർജറി നടത്താനാണ് അദ്ദേഹം എന്നെ ഉപദേശിച്ചത്. എന്താ രഞ്ജൻ, വല്ലാതെ വിഷമിച്ച മട്ടുണ്ടല്ലോ. തനിക്കറിയാലോ മോഹൻ, ഇന്ന് ഓഫീസിൽ വെച്ച് എനിക്കുണ്ടായ നെഞ്ചുവേദനയെക്കുറിച്ച് ഞാൻ ഡോക്ടർ ജോണുമായി ചർച്ച ചെയ്തു. അദ്ദേഹം നിർദ്ദേശിച്ചത് ഞാനൊരു ബൈപ്പാസ് സർജറി നടത്തണമെന്നാണ്. അത് നിർഭാഗ്യകരം തന്നെ. പക്ഷെ വിഷമിക്കണ്ട, ഡോക്ടർ ജോൺ ഒരു പേരുകേട്ട കാർഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം ട്രീറ്റ് ചെയ്താൽ ഫലവത്താകാൻ സാധ്യതയുണ്ട്. എനിക്ക് സർജറിയെക്കുറിച്ച് ഭയമില്ല, പക്ഷേ ഇത്രയും ചെലവ് കൂടിയ സർജറിക്ക് തുക എങ്ങനെ ഒരുക്കും എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ 6 കൊല്ലമായി തനിക്ക് 5 ലക്ഷം രൂപ അഷ്വേർഡ് തുകയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അതെ, എങ്കിലും ഞാൻ ആദ്യം ചെലവ് ചെയ്യണമല്ലോ. അതിനായി ഏത് സ്വത്താണ് വിൽക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാഷ്ലെസ് രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? കയ്യിലുള്ള പ്രമാണങ്ങൾ നോക്കൂ, തനിക്കൊരു ID കാർഡ് ലഭിച്ചിട്ടുണ്ടാകും. ക്യാഷ്ലെസ് സർവീസോ എന്നുവെച്ചാൽ? ക്യാഷ്ലെസ് സർവീസ് എന്നത് ഇൻഷുറർ നൽകുന്ന ഒരു പ്രത്യേക സേവനമാണ്. ഇതിൽ ഒരു വ്യക്തിക്ക് ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് നൽകുന്ന സമയത്ത് ആശുപത്രിയിൽ കിടന്നതിന്റെ ചെലവുകൾ കൊടുക്കേണ്ടതില്ല. ചില നടപടിക്രമങ്ങൾക്ക് വിധേയമായി ഇക്കാര്യം ഇൻഷുറൻസ് കമ്പനി നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. ഓ, അത് ശരി. ഇത്രയും പറഞ്ഞു തന്നത് നന്നായി. പക്ഷേ അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാ? അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ID കാർഡിൽ നിങ്ങളുടെ TPയുടെ വിശദവിവരങ്ങൾ ലഭിക്കും. ഉടനെ TPയെ ബന്ധപ്പെടുക. നിങ്ങൾക്കൊരു ID കാർഡ് ഇല്ല എങ്കിൽ ചിലപ്പോൾ ഈ ക്യാഷ്ലെസ് സൗകര്യം ലഭ്യമാകുന്നത് പോളിസി നമ്പറും തിരിച്ചറിയുന്നതിനായി പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ കാർഡ് എന്നിവ അടിസ്ഥാനമാക്കി ആയിരിക്കും ഇൻഷുറർമാർ തീരുമാനിക്കുക. പക്ഷേ ക്യാഷ്ലെസ് സൗകര്യം ഇൻഷുറർ അല്ലെങ്കിൽ TPയുടെ നെറ്റ്വർക്ക് ആശുപത്രികളിൽ നിന്ന് മാത്രമായിരിക്കും ലഭ്യമാകുന്നത്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എന്നാൽ ഒരു പ്രത്യേക TPക്ക് വേണ്ടി ക്യാഷ്ലെസ് സർവീസ് നൽകുന്നതിന് അവരുമായി ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുള്ള ആശുപത്രികൾ ആണ്. ഞാൻ ഉടനെ TPയുമായി ബന്ധപ്പെട്ടു. എന്റെ ആശുപത്രി തികച്ചും ഒരു നെറ്റ്വർക്ക് ആശുപത്രിയാണെന്ന് തിരിച്ചറിഞ്ഞു. ദയവായി ആശുപത്രിയിലെ സർവീസ് ഡെസ്കിനെ സമീപിച്ച് അവർ നൽകുന്ന നടപടിക്രമങ്ങൾ പാലിക്കുക. എന്റെ സർജറി വിജയകരമായിരുന്നു. മോഹൻ ആശുപത്രിയിൽ എന്നെ കാണാനെത്തി. രഞ്ജൻ, താങ്കൾ സുഖപ്പെട്ടു എന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. മോഹൻ, ഹെൽത്ത് ഇൻഷുറൻസ് ക്യാഷ്ലെസ് ക്ലെയിമുകളെക്കുറിച്ച് നിങ്ങൾ തക്ക സമയത്ത് തന്ന ഉപദേശങ്ങൾക്ക് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്. അടിയന്തരമായി ആശുപത്രി പ്രവേശനം ആവശ്യമായാൽ എന്ത് സംഭവിക്കും? ഒരു അപകടമോ ഹൃദയാഘാതമോ സംഭവിച്ചാൽ മുൻകൂട്ടി TPയെ കാണാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇൻഷുർഡ് വ്യക്തിയെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുകയും കുടുംബാംഗങ്ങൾ TPയെ ബന്ധപ്പെടുകയും ചെയ്യാം. അല്ലെങ്കിൽ ആശുപത്രിയിലെ ഹെൽപ്പ് ഡെസ്കിൽ ID കാർഡ് വിവരങ്ങൾ നൽകി TPയുമായി ക്യാഷ്ലെസ് അംഗീകാരം നേടാവുന്നതാണ്. ഇതോർമ്മിക്കുക, മിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും ക്യാഷ്ലെസ് സൗകര്യം നൽകി വരുന്നുണ്ട്. അതിനു വേണ്ടതായ രേഖകൾ ഏവയെന്നും അതിന്റെ പ്രക്രിയകൾ എങ്ങനെയെന്നും സ്വയം അറിഞ്ഞിരിക്കുക.